ഡിയർ സോൾസ്, നമുക്കിന്ന് ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഡോൺ സ്റ്റോപ്പ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് അപ് ടു യു. 3 കാർഡ് ആണ് നമ്മളിന്ന് എടുക്കുന്നത്. അതിൽ ഡോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കൂ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കരിയർ, ഫിനാൻസ് വിഷയങ്ങൾ, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമുക്ക് ഒരുപോലെ പറയാം. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അത് അതിനുള്ള ആൻസറാണ്. അപ്പോൾ ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അത് നിർത്തണ്ട എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് കരുതുകയാണെങ്കിൽ അതിപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറയുന്നു. കാരണം ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, ക്ലിയറായിട്ട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ വെച്ച് ഇരിക്കാതെ കൃത്യമായി അത് പറയൂ എന്നാണ്. കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കൂ. നമ്മൾ പറയില്ലേ, മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിക്കൂ, ക്ലിയറായിട്ട് പറയൂ. ഇത് എങ്ങും തൊടാതെയുള്ള സംസാരം എങ്ങനെയാണ് നമുക്ക് ശരിയാകുക? നമ്മളിത് പറയുന്ന വാക്കുകളാണ്, നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് അല്ലേ പലപ്പോഴും. അത് ഇവിടെ നമുക്ക് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താകും? ഇറ്റ്സ് അപ് ടു യു. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നമുക്കൊരാഗ്രഹം ഉണ്ടാവും ഏത് രീതിയിൽ ഇത് കൊണ്ടുപോകണം അല്ലേ, ഏത് വിഷയങ്ങളാണെങ്കിലും അതെങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരും. എങ്ങനെ? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ ആണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ, കൃത്യമായി കാര്യങ്ങൾ പറയുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ വരും എന്നാണ് നമുക്കിന്ന് ഏഞ്ചൽ മെസ്സേജ് തന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.